പ്രതിഭാഗ അഭിഭാഷകൻ പറയുന്നത് മാധ്യമ വാർത്തകൾ സ്വാധീനിച്ചു കോടതി. ഇതിനും യാതൊരു ബന്ധവുമില്ല. അവർക്ക് നേരത്തെ അങ്ങനെ ഒരു തീരുമാനം ഇതിൽ വലിയ മാധ്യമങ്ങൾ വലുതായിട്ട് ഇടപെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ കേസിന് അതും ബാധകമോ അല്ലാത്തതാണ്. കാരണം കോടതികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിധി പറയുന്ന കോടതികളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉള്ളത്. അത് കോടതിയെ സ്വാധീനിക്കില്ല. കോടതി എല്ലാം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അയാളുടെ പെരുമാറ്റം ഒരു റിഗ്രറ്റും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു കോടതിയിൽ. കൂടുതൽ ഇതിലെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും സാക്ഷികളുടെ മൊഴികൾ ഫോറൻസിക് മെഡിക്കൽ എവിഡൻസ് ഇതെല്ലാം ഈ കേസുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റായിട്ട് കോടതി പരിഗണിച്ചിട്ടുള്ളത്. പോലീസ് കൃത്യമായി തന്നെ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും പോലീസ് ഇതിൻ്റെ പിന്നിൽ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഏകദേശം 100 പോലീസ് ആളുകളോളം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ നന്നായിട്ട് പരിശ്രമിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ളൂ. കുറ്റപത്രം അത് പരിശോധിക്കേണ്ടതാണ്. അത് തീരുമാനം എടുക്കും. നമ്മൾ പ്രോസിക്യൂഷൻ എന്തായാലും ഡെത്ത് പെനാൽറ്റിയാണ് ആവശ്യപ്പെടുക. അപ്പോൾ അത് അവരുടെ കോടതി ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും മെഡിക്കൽ സൈക്കാട്രിസ്റ്റിൻ്റെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അതിന് വന്നിട്ടുണ്ട്. അതിലും ഇയാൾക്ക് ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ യാതൊരു സാധ്യതയുമില്ല. ഇയാൾക്ക് ഒരു മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അയാളുടെ ഒരു പെരുമാറ്റം നോ റിഗാർഡ്. അതുകൊണ്ട് മാക്സിമം ഒരു ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടുമെന്നാണ് നമ്മളുടെ വിശ്വാസം. 15-ാം തീയതി വിധിക്കാൻ ചാൻസ് വളരെ കമ്മിയാണ്. കാരണം അന്ന് ഹിയറിംഗ് ആണ് നടത്തുക. വാദവും അക്യൂസ്ഡ് ഭാഗവും പ്രോസിക്യൂഷൻ ഭാഗം അന്ന് വാദങ്ങളെ നടക്കുള്ളൂ. അതിന് ശേഷമാണ് അന്ന് വിധി ഉണ്ടാവാനുള്ളത് പറയാൻ പറ്റില്ല. ഒരു സമയമുണ്ടാകും ഉച്ചയ്ക്ക് ശേഷം. കാരണം ഹിയറിംഗ് എത്ര നേരം നീണ്ടുകൊണ്ടു പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിക്ക് അത് പറഞ്ഞതെല്ലാം കോടതിയും ഒരു ആലോചിച്ചിട്ട് അത് ചെയ്യുള്ളൂ. അവർക്ക് നിവൃത്തിയില്ലല്ലോ. അവർക്ക് അടുത്തുള്ള ഓപ്ഷൻ അതേ ഉള്ളൂ. അപ്പോൾ അപ്പീൽ പോകും. അവരുടെ റൈറ്റുമാണ്. പരോള് ഇങ്ങനത്തെ ഉള്ള കേസുകളിലൊന്നും പരോള് കിട്ടാൻ സാധ്യത വളരെ കമ്മിയാണ്. കോടതിയല്ല, ഹൈക്കോടതിയും ഗവൺമെൻറ്റും മാത്രമാണ് ഈ പരോളിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഉള്ള കേസുകളിലൊന്നും പരോള് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ അതിയായ സന്തോഷമാണ്. ഞങ്ങളോടൊപ്പം കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലൈസൻസ് ഓഫീസറായ ജിനു രമേഷ് സാറും രണ്ടാളും വളരെ നന്നായിട്ട് എല്ലാ സാക്ഷികളും കറക്റ്റ് സമയത്ത് എത്തിക്കാനും അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർക്കും ഈ സമയത്ത് ഒരു നന്ദി രേഖപ്പെടുത്തുന്നതാണ്.